രാജ്യം എമ്പാടും ഭാരത് സർക്കാർ സംരംഭമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്റർ അഥവാ CSCയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു SG ചാനൽ. എല്ലാവർക്കും അറിയാം അക്ഷയ സർവീസ് സെൻറ്റർ. അക്ഷയ സർവീസ് സെൻറ്റർ നമ്മുടെ കേരളത്തിൽ മാത്രം ഉള്ള ഒരു ഓൺലൈൻ സർവീസ് സെൻറ്ററാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കോമൺ സർവീസ് സെൻറ്റർ അഥവാ CSC പൊതുസേവാ കേന്ദ്രം. ജനങ്ങളിൽ ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അതെന്താണെന്നുള്ളത്. കേന്ദ്ര സർക്കാർ സംരംഭമായി നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അക്ഷയ പോലെ തന്നെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയാം ഈ കോമൺ സർവീസ് സെൻറ്റർ. അതായത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ, പിന്നെ ഈ നമ്മുടെ LIC തുടങ്ങി മൾട്ടിനാഷണൽ ഗവൺമെൻറ്റിൻ്റെ ഷെയറോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനി പോലെ തന്നെയാണ് കോമൺ സർവീസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഷെയർ, പിന്നെ ബാക്കി ഇത്ര ഷെയർ, അങ്ങനെയാണ് ഈ കോമൺ സർവീസ് സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് ഈ ജൂലൈ 11 എല്ലാ വർഷവും ജൂലൈ 11 CSC ദിവസ് ആയിട്ട് കൊണ്ടാടുന്നു. ഈ വർഷം ജൂലൈ 11 CSC ദിവസിൽ കോമൺ സർവീസ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ട് 16 വർഷം വിജയകരമായി പിന്നിടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ട്രിവാൻഡ്രം ബ്രൗൺ പാലസ് ഹോട്ടലിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ CSCയെ കുറിച്ച് പറയുമ്പോൾ ഈ ഗവേൺസ് പദ്ധതിയായിട്ട് കേരളത്തിലും മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 16 വർഷങ്ങളായി ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഓൺലൈൻ സർവീസുകളും കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോമൺ സർവീസ് സെൻറ്റർ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അക്ഷയ സെൻറ്ററുമായിട്ട് ചേർന്ന് അതിൻ്റെ വെർഷൻ 2.0 വന്നപ്പോൾ സ്വതന്ത്രമായിട്ടും കോമൺ സർവീസ് സെൻറ്റർ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് കേരളത്തിൽ 4000 കോമൺ സർവീസ് സെൻറ്ററുകളും 4000-ഓളം VLEകൾ എന്ന് പറഞ്ഞാൽ വില്ലേജ് ലെവൽ എൻ്റർപ്രണർ എന്നാണ്. അപ്പോൾ ഈ വില്ലേജ് ലെവൽ എൻ്റർപ്രണർമാരാണ് ഈ CSCയിൽ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ സേവനത്തിൻ്റെ മികവ് അറിയുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ ചെല്ലുക, സേവനങ്ങളുടെ വ്യത്യാസം തിരിച്ചറിയുക. അതുപോലെ തന്നെ നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ അഥവാ CSCയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അക്ഷയ സെൻറ്ററും തുടങ്ങിയത് രണ്ടും UPA സർക്കാർ ഉള്ള സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അക്ഷയ സെൻറ്റർ 2002 AK ആൻ്റണി മന്ത്രിസഭ ഉള്ള സമയത്ത് മലപ്പുറം ജില്ലയിലാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ CSC സർവീസ് സെൻറ്റർ അഥവാ കോമൺ സർവീസ് സെൻറ്റർ തുടങ്ങിയത് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് രാജ്യം ഒട്ടാകെ UPA സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കോമൺ സർവീസ് സെൻറ്റർ തുടങ്ങുകയുണ്ടായി. അതിനുശേഷം 2014 ശ്രീ നരേന്ദ്ര മോദിജി പ്രധാനമന്ത്രിയായ സമയത്ത് അത് വളരെ വിപുലീകരിച്ച് ഡിജിറ്റൽ സേവന രംഗത്ത് ഇപ്പോൾ വളരെ ആകർഷകമായ രീതിയിലും ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റലൈസ്ഡ് വെർഷനായിട്ട് CSCയെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിപ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും അടങ്ങിയ ഒരു മെയിൻ വീഡിയോ ഉടനെ തന്നെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.